എന്നാ വായോ ഒരു കിടിലം കറിവേപ്പില പൊടിമുട്ട സെറ്റ് ചെയ്യാം. ഈ പൊടി റെഡിയാക്കി വെച്ചോ, പലതിനും ഉപകാരം വരും. അത് ഇരുമ്പ് ചട്ടിയിലോട്ട് കുരുമുളക്, പെരിഞ്ചീരകം, സാധാരണ ജീരകം, നമ്മുടെ മുഴുവൻ മല്ലിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് ഇനി കുറച്ച് വെളുത്തുള്ളിയും കപ്പലണ്ടിയും ഒരു ലോഡ് കറിവേപ്പിലയും കൂടി ഇട്ട് അങ്ങോട്ട് മൂപ്പിക്കണം. കറിവേപ്പിലയുടെ നിറം കുറയാണ്ടിരിക്കാൻ വേണ്ടി തീ നന്നായിട്ട് കുറച്ച് വെച്ചോ. അത് നല്ല മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലോട്ട് കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കത് പൊടിക്കണം. പൊടിക്കുമ്പോൾ ഒരു ഇച്ചിരി കറിവേപ്പില മാറ്റിയിട്ട് ബാക്കിയെല്ലാം നന്നായിട്ട് പൊടിക്കുക. എന്നിട്ട് അവസാനം ഈ ബാക്കി കറിവേപ്പില ഇട്ട് ഒന്ന് ക്രഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇലകൾ കിട്ടും കേട്ടോ. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് കടല എണ്ണയാണ് സൂപ്പർ, വെളിച്ചെണ്ണയാണെങ്കിൽ അങ്ങനെ. ഇനി നമ്മുടെ പുഴുങ്ങിയ മുട്ട രണ്ടായിട്ട് നുറുക്കി ആദ്യം തന്നെ രണ്ട് സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കണം. ഇത് കൂട്ട് എന്നിട്ട് നമ്മുടെ പൊടി അങ്ങോട്ട് വാരി വിതറണം. ഒരു 4-5 ടേബിൾ സ്പൂൺ ഇരുന്നോട്ടെ. ഇനി എന്താണ്, ഇത് നല്ലതുപോലെ ഈ മുട്ടയുടെ രണ്ട് സൈഡിലും നമുക്ക് കോട്ട് ചെയ്തെടുക്കണം. തീ നന്നായിട്ട് കുറച്ച് വെക്കണം. എന്നിട്ട് രണ്ട് സൈഡും എല്ലാം ഇങ്ങനെ പറ്റി പിടിച്ചെടുക്കുമ്പോഴത്തേക്ക് ചൂടോടെ അങ്ങോട്ട് വിളമ്പണം. എന്തിൻ്റെ കൂടെ കഴിക്കും വലിയൊരു ചോദ്യമാണ്. കാര്യം ഇത് വെറുതെ പിറക്കി തിന്നാൻ തന്നെ അമ്മാതിരി ടേസ്റ്റാണ്. പിന്നെ കുറച്ച് അലങ്കാരത്തിന് അവസാനം കുറച്ചുകൂടെ കുനുകുനാന്ന് എറിഞ്ഞ കറിവേപ്പിലയും ഒരു നുള്ളുപ്പും കൂടെ ആയ പൊളിക്കും. ട്രൈ ചെയ്ത് നോക്ക്.